ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ. അങ്ങനെ അനു ആണെങ്കിൽ റൂമിൽ ആകെ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് അലോക് അവളുടെ അടുത്തേക്ക് വരിക. അല്ല, നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഇന്ന് പകല് മുഴുവനും ആകെ കരച്ചിലായിരുന്നല്ലോ. ഞാനൊരു ഊഹം പറയട്ടെ, മിക്കവാറും ദേവമംഗലത്തെ ആരെങ്കിലും എടുത്ത് നിന്നെ പൊരിച്ചു കാണും. അതിൻ്റെ പരിണിത ഫലവാ ഈ കരച്ചിൽ വിരിപ്പും അല്ലേടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അനു ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നിനക്കത് തന്നെ അത്യാവശ്യമാണ്. നിന്റെ വീട്ടുകാരോട് നീ മിണ്ടാൻ ചെന്ന് കാണും. എന്നിട്ട് അവർ നിന്നെ ഈ വിധത്തിലാക്കി. അല്ല, നിനക്ക് ഇപ്പോഴും കൂറ് ദേവമംഗലത്തേക്കാണെന്ന് എനിക്കറിയാം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ ഇപ്പം ജീവിക്കുന്നത് കൃഷ്ണമംഗലത്താ. അതായത് ഇപ്പം നീ കൃഷ്ണമംഗലത്തെ ആളാ. അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നിനക്ക് കൊള്ളാം. അല്ലാതെ ഇവിടെയുള്ളവരെ ചതിച്ചുകൊണ്ടാണ് നീ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ അലോക് വെറുതെ ഇരിക്കുമെന്ന് നീ കരുതണ്ട അനുശ്രീ എന്ന് പറയാൻ കേട്ടോ. ആ ദേവമംഗലം, ആ ചെറ്റക്കുടിൽ എന്നേ പൊളിച്ചു കളയേണ്ടതാ. വെറും കൃഷ്ണമംഗലത്തെ ഔദാര്യം കാരണമാ അതവിടെ നിൽക്കുന്നത് പോലും എന്ന് പറയാം. അപ്പം ഇതെല്ലാം കേൾക്കുമ്പം അനുശ്രീക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ മിണ്ടി വഷളാക്കണ്ടെന്ന് വെറുതെ ഇരിക്കാം. എടി, എനിക്കറിയാം ഈ വീട്ടിലെ സ്വർണം അടിച്ചു മാറ്റി അത് വിറ്റോ പണയം വെച്ചോ അല്ലേ ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചത് എന്ന് ചോദിക്കോ. അപ്പം അതിനൊന്നും അനു മിണ്ടുന്നില്ല. നിന്റെ ആര്യൻ ചേട്ടനുണ്ടല്ലോ, അവൻ അസല് കായംകുളം കൊച്ചുണ്ണിയാ. തന്ത്രപരമായിട്ടല്ലേ അവൻ ഞങ്ങളുടെ സ്വർണം കടത്തിയത്. എന്നിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നു. എടി, അതൊക്കെ കൊണ്ടാടി ആ വീട്ടിൽ ആരും ഗതി പിടിക്കാത്തത്. ഇനിയൊട്ടാരും ഗതി പിടിക്കാൻ പോകുന്നുമില്ല. ആര്യൻ, ആകാശ്, ആനന്ദ്, 3 ഉണ്ടല്ലോ. 3 പറയാൻ ഒരു നല്ല ജോലിയെങ്കിലും ഉണ്ടോ? എല്ലാം തെണ്ടിത്തിരിഞ്ഞ് നടക്കുമല്ലേ. എടി, ആകാശ് ജീവിക്കുന്നതേ ഭാര്യയുടെ ഔദാര്യത്തിലാ. അല്ല, ആ ആര്യനെങ്ങനെ ജീവിക്കുന്നത്? വല്ലവൻ്റെ വീട്ടിലൊക്കെ ആഹാരം കൊടുത്ത്. അല്ല, എന്തേലും ഗതി പിടിച്ചിട്ടുണ്ടോ നിന്റെ 3 ഏട്ടന്മാരും? അതൊക്കെ ഇതുകൊണ്ടാടി എന്ന് പറയാം. ഇതോടെ കേൾക്കുമ്പം അനുവിന് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. മതി, നിർത്തിക്കോ എന്ന് അനു അലോകിനോട് പറയാം. പറഞ്ഞ് നീ കൂടുതൽ കളിക്കണ്ട. എൻ്റെ വീട്ടുകാരെക്കുറിച്ച് ഒരു അക്ഷരം നീ മിണ്ടിപ്പോകരുത്. എന്താടി, നിനക്കങ്ങ് പൊള്ളുന്നോ? എടി, ഞാൻ ഇപ്പോഴും ഒരു ഏസ് പറഞ്ഞാലേ നിന്റെ സ്ഥാനത്ത് ആ കോടീശ്വരൻ്റെ മോള് വരും. എടി, നീ താലിച്ചരടും കഴുത്തിലിട്ട് പെരുവഴിയിലൂടെ തേരെ പര നടക്കുന്നത് ഞാൻ വേണേ കാണിച്ചു തരാടി എന്ന് പറയാം. പെട്ടെന്ന് അനു അലോകിനിട്ട് എടുത്തിട്ട് ഒരു അടി അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അത് മൂക്ക് നോക്കി കൊടുക്കുന്നേ. അലോക് ഇരുന്ന് പോവാ. കഴുത്തിൽ കിടന്ന് താലി പൊട്ടിച്ച് അനു ആണെങ്കിൽ അലോകിൻ്റെ കഴുത്തിലേക്ക് വരികയാണ് കേട്ടോ. അലോക് എന്നതാടി കാണിക്കുന്നേ എന്ന് ചോദിക്കാം. നീ എന്നതാ പറഞ്ഞത്? ഞാൻ അങ്ങ് തീർത്ത് കളഞ്ഞിക്കട്ടേടാ എന്ന് ചോദിക്കാം. അയ്യോ അനു, പ്ലീസ് ഒന്നും ചെയ്യല്ലേ, ഞാൻ വെറുതെ നിന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഓരോന്നും പറഞ്ഞതാ എന്ന് അലോക് പറയും. ഈ താലിച്ചരട് ഞാൻ കഴുത്തിൽ കെട്ടി നടക്കുന്നത് ഇതിന് ഇങ്ങനൊരു ഉപയോഗം എപ്പോൾ വേണേലും വരുമെന്ന് എനിക്ക് അറിയാമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാ. അല്ലാതെ നിന്റെ ഭാര്യയാണെന്നുള്ള അടയാളമായിട്ടല്ല അതെനിക്ക് വേണ്ടതാനും. സോറി അനു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്നെ പറഞ്ഞോ? പക്ഷേ എൻ്റെ വീട്ടുകാരെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ പൊന്നുമോൻ മര്യാദയ്ക്ക് 2 കാലം നടക്കില്ല. ഇനി ദേവമംഗലത്തുകാരെ നീ ആക്ഷേപിക്കുവോടാ എന്ന് ചോദിച്ച് ആ ചരട് വീണ്ടും കഴുത്തി വരികയാണ് കേട്ടോ. അയ്യോ ഇല്ല, വിടനു, എനിക്ക് കഴുത്ത് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് അലോക് കരയുക. അപ്പം പെട്ടെന്ന് അനു അതങ്ങ് മാറ്റുക. എന്നിട്ട് കഴുത്തിന് കുത്തി പിടിച്ചിട്ട് പറയും, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, മരിക്കാൻ പേടിയില്ലാത്തവർക്ക് കൊല്ലാനും അറപ്പ് കാണില്ല. അത് നീ ഓർത്തോ. മരിക്കാൻ തയ്യാറായ ഞാനിവിടെ നിൽക്കുന്നേ. പക്ഷേ അതിനു മുൻപേ നിന്നെ ഞാൻ കൊല്ലും. നിന്നെ ഞാൻ തീർത്തിട്ട് ഞാൻ മരിക്കൂ. നീ ഇഞ്ചിഞ്ചായിട്ട് ചാകുന്നത് എനിക്ക് കാണണം. അതിനുവേണ്ടി മാത്രമാടാ ഞാൻ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ താലിച്ചരട് കഴുത്തിലങ്ങോട്ട് കെട്ടുകയാണ് കേട്ടോ. അലോകാണെങ്കിൽ വേദനിച്ച് അവിടെ കിടക്കുക. അനു ഇങ്ങനെ ചെയ്ത് കളയുമെന്ന് അലോക് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. അനുവിന് അത്രയ്ക്ക് ദേഷ്യം അലോകിന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ദേവമംഗലത്ത് സുകന്യ ആകെ ചിന്തിച്ച് ഇരിക്കുകയാണേ. അപ്പം ധർമ്മൻ അങ്ങോട്ട് വരികയാണ് കേട്ടോ. എന്താ സുകന്യ എന്ന് ചോദിക്കുക. അപ്പം ഒന്നും മിണ്ടില്ല കേട്ടോ. സുകന്യ, നീ കാര്യം പറ. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മനുഷ്യരായ വാക്കിന് അല്പമെങ്കിലും വില വേണം എന്ന് സുകന്യ പറയാം. വാക്കിന് വിലയോ എന്ന് അപ്പം ധർമ്മൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. എന്താ സുകന്യ, എന്താ കാര്യം എന്ന് ചോദിക്കാം. വാച്ചിൻ്റെ കാര്യമാണല്ലേ, പേടിക്കണ്ട, ഞാനത് മറന്നിട്ടൊന്നുമില്ല എന്ന് ധർമ്മനപ്പം പറയൂ കേട്ടോ.
ഓ, അപ്പം സുകന്യ എഴുന്നേറ്റ് അടുത്തേക്ക് വരിക. മറന്നിട്ടില്ലല്ലോ, അത്രേ ആശ്വാസം. എന്നിട്ട് എന്തേ കൊണ്ടുവന്നില്ല എന്ന് ചോദിക്കാം. എൻ്റെ സുകന്യെ, നീ പിണങ്ങാതെ. വേണ്ട, ധർമ്മേട്ടൻ ഒന്നും പറയണ്ട, എന്നോട് മിണ്ടാൻ വരണ്ട, നീയൊന്ന് മനസ്സിലാക്ക്, നല്ല വിലയുള്ള വാച്ചല്ലേ എന്ന് ചോദിക്കാം. അതിനുള്ള പൈസ സംഘടിപ്പിക്കണ്ടേ? ദേ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉറപ്പായിട്ടും എൻ്റെ കയ്യിൽ കാശ് കിട്ടും. ഞാൻ നിനക്ക് ആ വാച്ച് മേടിച്ച് തരികയും ചെയ്യും. എനിക്ക് വിശ്വാസമില്ല ധർമ്മേട്ടൻ്റെ വാക്കിനെ. എന്നാൽ ശരി, വാച്ച് മേടിച്ചോണ്ട് വന്നിട്ട് നീ എന്നെ വിശ്വസിച്ചാൽ മതി എന്ന് ധർമ്മം പറയാം. അപ്പം നാളെ എനിക്ക് വാച്ച് മേടിച്ചു തരുമോ എന്ന് സുകന്യ ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, അതിനപ്പുറം പോകില്ല സുകന്യ എന്ന് പറയാം. വാച്ച് എനിക്ക് നാളെ തന്നെ കിട്ടണം. മറ്റന്നാൾ രാവിലെ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം. ആ കല്യാണത്തിന് പോകുമ്പം എനിക്ക് ഈ വില കൂടിയ വാച്ച് കെട്ടിക്കൊണ്ട് പോയേ പറ്റൂ. നാളെ തന്നെ വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ സുകന്യ എന്നപ്പം ധർമ്മം പറയാം. നാളെ എനിക്ക് വാച്ച് മേടിച്ച് തന്നില്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ഞാൻ ഈ ഗോമതി സ്റ്റോഴ്സിൽ വരും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ എന്താ ഇങ്ങനെ തുടങ്ങുന്നേ? എനിക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ ആവശ്യങ്ങൾക്ക് ധർമ്മേട്ടനെ ആശ്രയിക്കേണ്ട ആവശ്യം എനിക്ക് വരില്ലല്ലോ. എന്താ സുകന്യ ഇത്? നിനക്കൊരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ല നീ ഗോമതി സ്റ്റോറിലേക്ക് വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ഉദ്ദേശം എന്താണെന്നും അറിയാം. നമ്മൾ കാരണം ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് സുകന്യേ. ശരി, ഞാൻ ഗോമതി സ്റ്റോറിലേക്ക് വരുന്നില്ല, പ്രശ്നം തീർന്നില്ലേ? നാളെ തന്നെ എനിക്ക് വാച്ച് മേടിച്ചതാ. നാളെ കഴിഞ്ഞ് എനിക്ക് പോണ്ടതാ. എന്നോട് പറഞ്ഞ വാക്ക് ധർമ്മേട്ടൻ ധർമ്മേട്ടനോട് പറഞ്ഞ വാക്ക് ഞാനും പാലിച്ചേക്കാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും, അത് ഉറപ്പാ. എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല എന്ന് സുകന്യ പറയാൻ കേട്ടോ. അപ്പം ധർമ്മനാകെ ധർമ്മസങ്കടത്തിലായിരിക്കാം. നല്ലൊരു വാച്ച് ഇവള് പറഞ്ഞതുപോലെ ഒന്ന് മേടിക്കണമെങ്കിൽ 10-25,000 രൂപ വേണം. അത്രയും പൈസ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കും? എൻ്റെ ഈശ്വര, ഇവളിങ്ങനെ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ധർമ്മൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ഗോമതി ആണെങ്കിൽ റൂമിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം ഗോമതിയുടെ മനസ്സിലേക്ക് അനുവ് വന്ന് തന്നെ വിളിച്ചതും അനുവിൻ്റെ മുഖത്ത് വെള്ളം ഒഴിച്ചതും ഒക്കെ കടന്നു വരിക. വേണ്ടിയിരുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഗോമതി അവിടെ നിന്ന് കരയുവാണേ. പെട്ടെന്ന് അടുത്തേക്ക് നമ്മുടെ ബാലൻ ചെല്ലുക. എന്തു പറ്റിയടോ, താൻ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഗോമതി, എന്താ കാര്യം എന്ന് ഞാൻ ചോദിച്ച കേട്ടില്ലേ? താൻ എന്തിനാ കരഞ്ഞ്? ഞാൻ കരഞ്ഞൊന്നും ഇല്ല ബാലേട്ടാ, താൻ കരയുന്നത് ഞാൻ കണ്ടതാ. എടോ, കാര്യം എന്താണെന്ന് പറ എന്ന് വീണ്ടും നിർബന്ധിക്കുക. അത് പിന്നെ ബാലേട്ട, ഇന്ന് എന്തുണ്ടായി? എന്താണെന്ന് വെച്ച് തെളിച്ചു പറയുന്നുണ്ടോ? ഇന്ന് അവൾ എന്നെ കാണാൻ വന്നു ബാലേട്ട എന്ന് പറയാ. ആര് വന്നുന്ന? അനുവാണോ എന്ന് ചോദിക്കും. അനുവാ, അവൾ എൻ്റെ അടുത്തേക്ക് വന്നു എന്ന് കോമതി പറയാ. പക്ഷെ അവളോട് ക്ഷമിക്കാൻ എനിക്ക് സാധിക്കില്ല. എന്നെ അവൾ അമ്മേന്ന് വിളിച്ചു. നമ്മൾ അനുഭവിച്ച അപമാനമെല്ലാം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അവളോട് ക്ഷമിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അവളോട് കുറച്ച് കടുപ്പത്തിലാണ് പെരുമാറിയത്. ആ ദേഷ്യത്തിൽ എനിക്ക് എന്നെപ്പോലും നിയന്ത്രിക്കാൻ പറ്റിയില്ല. എന്നിട്ട് താൻ കാര്യം പറ, താൻ എന്ത് ചെയ്തു എന്ന് ബാലനപ്പ ചോദിക്കുക. അപ്പം പറയും, അത് പിന്നെ ഞാൻ എൻ്റെ കയ്യിലിരുന്ന വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറയാം. അന്നേരത്തെ ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാ. പക്ഷേ അത് ചെയ്തപ്പോൾ മുതൽ എനിക്ക് ആകെ ഒരു കുറ്റബോധം. അത് തന്നെ ആലോചിച്ച് എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. താൻ എന്തിനാ തൻ്റെ സമാധാനം കളയുന്നേ? താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ബാലൻ പറയും. എത്രയായാലും അവൾ നമ്മുടെ മോളല്ലേ ബാലേട്ടാ, അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റുമോ? ഞാൻ ചെയ്തത് കുറച്ച് ക്രൂരമായി പോയി, അത്രയും ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലേ ബാലേട്ട എന്ന് ചോദിക്കാം. അപ്പോൾ ബാലൻ പറയും, നമ്മുടെ ആരുമല്ല, അത്ര തന്നെ. ഈ വീട്ടിലെ ആരുമല്ല അവള് എന്ന് ബാലൻ തീർത്തു പറയാം. നമ്മുടെ മക്കളിൽ ഏറ്റവും ഇളയവളായതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവളെയായിരുന്നു. ഏറ്റവും കൂടുതൽ വാത്സല്യം നൽകിയതും അവൾക്കായിരുന്നു. കൊഞ്ചിച്ചും ലാളിച്ചും അത്രയ്ക്കും സ്നേഹത്തോടെയാണ് അവളെ വളർത്തിയത്. എന്നിട്ട് അവൾ നമുക്ക് എന്താ തിരിച്ചു തന്നത്? ഒരു ഈർക്കിൽ കൊണ്ട് പോലും ഞാൻ അവളെ വെറുതെ പോലും ഒന്ന് തല്ലിയിട്ടില്ല. അത്രയ്ക്ക് എനിക്ക് അവളോട് സ്നേഹം. നമ്മൾ നൽകിയ ആ സ്നേഹത്തിനും വാത്സല്യത്തിനും പകരമായിട്ട് അവൾ എന്താടോ നമുക്ക് തിരിച്ചു നൽകിയത്? വേദന മാത്രമല്ലേ നൽകിയത് എന്ന് ചോദിക്കാം. താൻ ചെയ്തത് ഒരു തെറ്റുമില്ല. തൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അത് തന്നെയേ ചെയ്യൂ. ചിലപ്പം അതിലും കടുപ്പത്തിൽ വല്ലതും പ്രവർത്തിച്ചു പോയെന്നിരിക്കും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ മക്കളെയും മരുമക്കളെയും ഓർത്ത് തനിക്ക് കരയാം. പക്ഷേ ഈ കുടുംബവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരുത്തെ ഓർത്ത് താൻ ഒരു നിമിഷം പോലും കരയാൻ പാടില്ല. ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് ബാലൻ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് കേട്ടോ ഗോമതിയോട് ചോദിക്കുന്നത്.
എൻ്റെ മോള് IAS ആകുന്നതും ഈ നാട്ടുകാരും ബാലൻ്റെ മകൾ IAS ആകണമെന്ന് പറയുന്നതും സ്വപ്നം കണ്ട് അഭിമാനത്തോടെ കേൾക്കാൻ കാത്തിരുന്ന ഒരു അച്ഛനാ ഞാൻ. എന്നിട്ട് അവൾ എനിക്ക് നന്നതെന്താ, ഞാനിപ്പോൾ കേൾക്കുന്നത് എന്താ എന്ന് ബാലൻ ചോദിക്കുകയാണ്. ബാലൻ്റെ മോള് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു അല്ലേ എന്ന കടയിൽ വരുന്ന ഓരോരുത്തരും എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നത്. എന്നെ തോൽപ്പിച്ചവളാ അവള്, അവളോട് ഞാൻ ക്ഷമിക്കില്ല, എന്നെ തകർത്ത് കളഞ്ഞവളാ അവള് എന്ന് വീണ്ടും പറയാണ്. താനും ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്നെ തോൽപ്പിക്കാൻ താനും ആഗ്രഹിച്ചു എന്ന അതിനർത്ഥം എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും കോമതി തലയാട്ടാണ് കേട്ടോ ഞെട്ടലോടെ. ഒരിക്കലുമില്ല ബാലേട്ട എന്നുള്ള രീതിയിൽ. ദേ പുകഞ്ഞ കൊള്ളി പുറത്ത്, അത്രേ ഉള്ളൂ. ദേ ഈ വീട്ടിൽ നമ്മുടെ ഒരു മനസ്സിൽ അവക്കൊരു സ്ഥാനം ഇനി കൊടുക്കാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകരുത് എന്ന് പറയാം ബാലേട്ട എന്നും പറഞ്ഞ് ഗോമതി അപ്പം വീണ്ടും ബാലൻ്റെ മുന്നിലേക്ക് കയറി നിൽക്കുകയാണ് കേട്ടോ. ബാലൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാം. അനുവിനെ പൂർണ്ണമായിട്ട് മറന്നു കളയാനൊന്നും ഗോമതിക്കും സാധിക്കുന്നില്ല. ഇതേ സമയം ആനന്ദാണെങ്കിൽ എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആര്യനോടും ആകാശിനോടും പറയും, ജീവൻ്റെ വീട്ടുകാർ മാനനഷ്ട കേസ് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് പണം കൊടുത്ത് ഇക്കാര്യം ഒതുക്കിയേ പറ്റൂ എന്ന് പറയാം. നമ്മുടെ അജയൻ്റെ പരിചയത്തിലൊരു ആളുണ്ടേ, അയാൾ പലിശയ്ക്ക് കാശ് കൊടുക്കുന്നതാണ്. ഞാൻ കുറച്ചു പലിശയ്ക്ക് പൈസ ചോദിച്ചിട്ടുണ്ട്, മാക്സിമം ഒരു 3 ലക്ഷം രൂപ വരെയും കിട്ടും എന്ന് ആര്യനപ്പം എല്ലാവരോടുമായിട്ട് പറയാൻ കേട്ടോ. പക്ഷേ അതുകൊണ്ടൊന്നും ആകില്ലല്ലോടാ എന്ന് ചോദിക്കാം. അത് തന്നെ ചെക്കും പ്രോമിക്സിറ്റ് നോട്ടും പിന്നെ അജയൻ്റെ ഗ്യാരണ്ടിയിലുമാണ് തരുന്നത് എന്ന് ആര്യം പറയാം. പക്ഷേ കഴുത്തറക്കുന്ന പലിശയാണ്, നമ്മളെ കൊണ്ട് താങ്ങാൻ സാധിക്കുമെന്ന് തോന്നില്ല. പക്ഷേ ഇപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം ആകാശ് പറയും, ഞാൻ രവീന്ദ്രൻ അങ്കിളിനോടൊന്ന് ചോദിച്ചു നോക്കാം, ഒരു 5 ലക്ഷം രൂപയെങ്കിലും അങ്കിൾ സഹായിക്കാതിരിക്കില്ല. എടാ ആകാശേ, അത് വേണ്ടടാ എന്ന് ആനന്ദ് പറയും. അച്ഛൻ അറിഞ്ഞാൽ അത് മോശമാ ഏട്ടാ, ഇന്നേ വരെ അങ്കിളിനോട് ഞാൻ ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് അച്ഛനെ സഹായിക്കാൻ ഇപ്പം എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ല എന്ന് ആകാശ് പറയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്കിളിനോട് ചോദിക്കാമെന്ന് വെച്ചത്. അപ്പം ആനന്ദ് വീണ്ടും പറയും, എടാ രവീന്ദ്രൻ അങ്കിളിൽ ഒരു പ്രത്യേക സ്വഭാവമുള്ള ആളാ. നിന്റെ ആവശ്യത്തിന് നീ കാശ് ചോദിച്ചാൽ ചിലപ്പോൾ അങ്കിള് സഹായിക്കും, പക്ഷേ നമ്മുടെ അച്ഛൻ്റെ അഭിമാനം രക്ഷിക്കാൻ അങ്കിൾ ഒരു ചില്ലി കാശ് പോലും തരില്ല എന്ന് പറയാം. ആനന്ദേട്ടൻ്റെ അഭിപ്രായം തന്നെ എനിക്ക് എന്ന് ആര്യനും പറയും. ആകാശേട്ടൻ ആ വഴിക്ക് ചിന്തിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയാം. പിന്നെ 5 ലക്ഷം രൂപ ഞാൻ എവിടുന്നെങ്കിലും സംഘടിപ്പിക്കാം എന്ന് ആനന്ദും പറയാണ് കേട്ടോ. പലിശയ്ക്ക് ഒരു 3 ലക്ഷം രൂപ കിട്ടും, അത് ഞാനും ഒപ്പിക്കാം എന്ന് ആര്യനും പറയാം. മീനുവിൻ്റെ PF നിന്ന് ഒരു 5 ലക്ഷം രൂപ ലോൺ എടുക്കാമെന്ന് മീനും സമ്മതിച്ചിട്ടുണ്ട് എന്ന് ആകാശ് പറയും. അപ്പം മൊത്തം 13 ലക്ഷം രൂപയായി, എന്നിട്ടും ഒന്നും ആകുന്നില്ലല്ലോ എന്ന് പറയാം. പിന്നെ മാമനെ എന്തെങ്കിലും സംഘടിപ്പിക്കാതിരിക്കാതില്ല എന്ന് ആനന്ദ് പറയാം. മാമൻ്റെ കയ്യിൽ കാശ് എവിടുന്നാ, മാമൻ്റെ കയ്യിൽ കാശൊന്നും ഉണ്ടാകില്ല എന്ന് പറയാം എന്ന് ആരും പറയും. അല്ല, സുഗിനെ ചേച്ചിയുടെ ഗോൾഡ് പണയം വെക്കാന്നല്ലേ പറഞ്ഞത്, അത് സമ്മതിച്ചാൽ അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ വേറൊരു വഴിയും ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു വഴി ആലോചിക്കാം എന്ന് പറയാം. അതൊന്നും ശരിയാകില്ല, വേറൊരു വഴിയും ഇല്ലല്ലോ എന്നപ്പം ആകാശ് പറയാം. ചേച്ചിയുടെ ഗോൾഡും കൂടി എടുത്താൽ 15 ലക്ഷം രൂപയാകും, പക്ഷേ ബാക്കി പണത്തിന് എന്ത് ചെയ്യും എന്ന് ചോദിക്കാം. അല്ലടാ, നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ജീവനെ പോയി കണ്ടാലോ, ഒരാഴ്ചയ്ക്കുള്ളിൽ 15 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറയാം, ബാക്കി പണത്തിനും ഒരു അവധി ചോദിച്ചാലോ എന്ന് ആനന്ദ് ചോദിക്കാം. പക്ഷേ ജീവ സമ്മതിക്കുമോ എനിക്ക് തോന്നുന്നില്ല എന്ന് ആരും പറയാം. അയാൾ ഒരു പ്രത്യേക സ്വഭാവമാണ്, അവർക്കുണ്ടായ നാണക്കേട് മണം മേടിച്ച് തന്നെ അവർ മുതലാക്കും എന്ന് ആകാശ് പറയാം. അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ലടാ, അവരുടെ സ്ഥാനത്ത് ആരാണേലും ചിലപ്പം ഇതിലും ദേഷ്യം കാണിച്ചെന്നിരിക്കും എന്ന് ആനന്ദ് പറയാം. അപ്പം ആര്യം പറയും, ഇതിനൊക്കെ കാരണം അവൻ ഒറ്റൊരുത്തനാ, ആ അലോക്. എവിടെയെങ്കിലും അവനെ എൻ്റെ കൈവാക്കിന് കിട്ടും, അന്ന് ഞാൻ വെറുതെ ഇരിക്കില്ല. ഇതിനൊക്കെ ചേർത്ത് ഞാൻ അവന് ശരിക്കും ഒന്ന് കൊടുക്കുന്നുണ്ട് എന്ന് പറയാം. എടാ, നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവനിപ്പം നമ്മുടെ അളിയനാ, അക്കാര്യം നീ മറന്നു പോകരുത് എന്ന് ആനന്ദ് പറയാണ് കേട്ടോ. എടാ, നീ അവനെ തല്ലിയാലേ അവൻ ആ ദേഷ്യം തീർക്കുന്നത് നമ്മുടെ അനുവിനോടായിരിക്കും, നീ എന്താ അത് ചിന്തിക്കാത്തത് എന്ന് ആനന്ദ് ചോദിക്കുകയാണ് കേട്ടോ. അവളുടെ ജീവിതം നശിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കരുത്, നമ്മുടെ അനിയത്ത് നമ്മളെ ചതിച്ചു, പക്ഷേ നമ്മൾ ഏട്ടന്മാർ നമ്മുടെ പെങ്ങൾക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പാടില്ല, അവൾ എങ്ങനെയെങ്കിലും അവിടെ ജീവിക്കട്ടടാ എന്ന് ആനന്ദ് പറയാണ് കേട്ടോ. അപ്പം ആകാശം ഒന്നും മിണ്ടാതെ ഇരിക്കുക. അവൾക്ക് നമ്മളെ മറക്കാൻ പറ്റുന്ന അത്ര എളുപ്പത്തിൽ നമുക്കവളെ മറക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ അത്രയ്ക്കും ഓമനിച്ച് വളർത്തിയതല്ലേ അവളെ എന്ന് ആനന്ദ് പറയാം. അപ്പം ആകാശ് അതൊക്കെ ചിന്തിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ് കേട്ടോ. ആർക്കും ഒരു മറുപടിയില്ലേ, അവർ വിചാരിച്ച പോലെ കാശിൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നുമില്ല. ഇതേ സമയം നമ്മുടെ ദേവിയാണെങ്കിൽ കടയിലെ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ട് അവരുടെ റൂമിൽ ഇരിക്കുകയാണ് കേട്ടോ. ആനന്ദാണെങ്കിൽ ബെഡിൽ കിടക്കുന്നുണ്ട്.
ആനന്ദ് തിരിഞ്ഞു മറിഞ്ഞും കിടക്കുകയാണ് കേട്ടോ. ആനന്ദിന് ഉറക്കമൊന്നും ശരിക്കും വരുന്നു പോലുമില്ല. അപ്പോൾ ദേവി ഇങ്ങനെ കണക്കും എഴുതിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ആനന്ദ് അത് ശ്രദ്ധിക്കുന്നുണ്ട്. ദേവിയാണെങ്കിൽ മനസ്സിലിങ്ങനെ ചിന്തിക്കുക, ചേടാ ഈ കണക്കൊന്നും ശരിയാകുന്നില്ലല്ലോ, ഒരു 2000 രൂപയുടെ കുറവുണ്ട്, ആരോ 2000 രൂപ എടുത്തിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കുക. ഇത് എവിടെ പോയി എന്ന് ഇങ്ങനെ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ആനന്ദ് തന്നെ ശ്രദ്ധിക്കുന്നത് ദേവി കാണുന്നത്. അപ്പം ദേവി ആനന്ദിനെ സൂക്ഷിച്ചു നോക്കും. അപ്പം ആനന്ദ് ചോദിക്കും, എന്താ എന്ന് ചോദിക്കും. എന്ന് ദേവി അപ്പം ചോദിക്കും, അല്ല ഈ പാതിരാത്രി ഉറങ്ങാതിരുന്ന് നീ എന്താ ഈ കാണിക്കുന്നതെന്നാണ് ചോദിച്ചത്. അത് പിന്നെ ആനന്ദേട്ടാ, എൻ്റെ വീട്ടുകാരെ കുപ്പിയിലാക്കാനുള്ള പുതിയ പ്ലാൻ വല്ലതും ആലോചിക്കുവാണോ? അതൊന്നും അല്ല എന്ന് ദേവി അപ്പം പറയും. ആ 2000 രൂപ എങ്ങോട്ട് പോയെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഏത് 2000 എന്ന് ആനന്ദ് ചോദിക്കുക. കടയിൽ വരവ് ചിലവ് കണക്കുകളൊക്കെ എഴുതിയപ്പോഴേ 2000 രൂപയുടെ കുറവ് കണ്ടു. അക്കാര്യം ആലോചിക്കുമായിരുന്നു. എത്രയൊക്കെ കൂട്ടിയും കഴിച്ചും നോക്കിയിട്ടും ആ 2000 രൂപ എവിടെയാണ് ചിലവായതെന്ന് മനസ്സിലായില്ല. നന്നായി എന്ന് ആനന്ദ് അപ്പം പറയാണ് കേട്ടോ. അല്ല, എൻ്റെ അച്ഛൻ ഇങ്ങനെ തന്നെ പണി കിട്ടണം. കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുത്തതല്ലേ എന്ന് പറയാം. ഇങ്ങനെ പോയാലേ കണക്ക് എഴുതി അവസാനം നീ ഗോമതി സ്റ്റോറിൽ എങ്ങനെയാലും നീ പൂട്ടിക്കും. അതാണല്ലോ നിൻ്റെ ലക്ഷ്യവും. അല്ല, ഇന്നേ വരെയുള്ള കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്, കറക്റ്റുവാ. പക്ഷേ ഈ 2000 രൂപയുടെ കണക്ക് മാത്രം എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് പറയാം. കിട്ടത്തില്ല, അത് പോയി എന്ന് ആനന്ദ് അപ്പം പറയാണ് കേട്ടോ. പോകാനോ എന്ന് ചോദിക്കുക. ഇന്ന് 2000 പോയി കിട്ടി, നാളെ അത് 5000 ആകും, പിന്നെ അത് 10000 ആകും, പിന്നെ 50 പിന്നെ 1,00,000 അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവസാനം ഗോമതി സ്റ്റോർ പൂട്ടിക്കിട്ടും. അപ്പോഴും നീ പറയും, അയ്യോ ഇതിൻ്റെ ഒന്നും കണക്ക് എൻ്റെ കയ്യിലില്ല എന്ന്. എൻ്റെ അച്ഛൻ അന്തം വിട്ട് നിൽക്കേണ്ടിയും വരും. അപ്പോഴെങ്കിലും എൻ്റെ അച്ഛന് മനസ്സിലാകും നിന്നെ അവിടെ ജോലിക്കെടുത്തത് എൻ്റെ അച്ഛൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന്. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നേ. മൂങ്ങയെപ്പോലെ കുത്തിയിരിക്കുന്ന കണ്ടില്ലേ, നീ ആ ലൈറ്റങ്ങ് ഓഫ് ചെയ്തേ, എനിക്ക് കിടന്ന് ഉറങ്ങണം എന്ന് ആനന്ദ് പറയും കേട്ടോ. അപ്പം ദേവി ബുക്ക് മടക്കി വെച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് പോവാം. പക്ഷെ ദേവിക്ക് ഒരു സമാധാനവും ഇല്ല. ഇവള് ആ ഗോമതി സ്റ്റോർ തകർക്കുമെന്നാണ് തോന്നുന്നത്. എൻ്റെ അച്ഛൻ്റെ എത്ര കാലത്തെ അധ്വാനമാണ് ആ ഗോമതി സ്റ്റോർ. അച്ഛൻ ഇവളെ വിശ്വസിച്ച് കള്ളൻ്റെ കയ്യിൽ തന്നെ താക്കോല് കൊടുത്തിരിക്കുകയല്ലേ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിധി അത്ര തന്നെ. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഒരുത്തി വന്ന് എൻ്റെ തലയിൽ കയറുമോ എന്ന് ആനന്ദ് ചിന്തിക്കുക. ഇതേ സമയം ദേവിക്ക് ഉറക്കം വരാതെ വീണ്ടും പൈസയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നാലും ആ 2000 രൂപ എങ്ങോട്ടോ പോയി. നാളെ എന്തായാലും ഒന്നുകൂടെ കണക്ക് കൂട്ടി നോക്കണം. ഇനി ഞാൻ കൂട്ടിയതിലെ മിസ്റ്റേക്ക് ആയിരിക്കുമോ? അല്ല, ഞാൻ കറക്റ്റായിട്ടെല്ലാം കൂട്ടിയതാണല്ലോ എന്ന് ദേവി വീണ്ടും ചിന്തിക്കുകയാണ് കേട്ടോ. ഇതേസമയം രാവിലെ നമ്മുടെ ഗോമതി ആഹാരമൊക്കെ എടുത്തുകൊണ്ട് ടേബിളിൽ വെക്കുക, മീനുവിനുള്ള ഭക്ഷണവും എടുത്തുകൊണ്ട് വെക്കുകയാണ് കേട്ടോ. ബാഗിനകത്ത് അവക്കുള്ള ടിഫിൻ ബോക്സൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. മീനു, നിനക്കുള്ളതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്നു മീനു, ബാലേട്ടന് ഉറക്കമൊന്നുമില്ല. ജീവൻ്റെ വീട്ടുകാർ ആവശ്യപ്പെട്ട തുക എങ്ങനെയെങ്കിലും കണ്ട് എത്തണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എല്ലാം ശരിയാകും, അമ്മയൊന്ന് സമാധാനപ്പെടുക എന്ന് മീനു പറയാം. മോളെ ജലജ, ഞാനൊന്ന് പോയി കണ്ടാലോ? എൻ്റെ പൊന്നപ്പച്ചി, അതിനൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മിത്ര പറയാം. അല്ല, കാല് പിടിച്ച് പറഞ്ഞാൽ 1 കോടിയിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് തന്നാലോ? അമ്മ ആരുടെയും കാല് പിടിക്കാനൊന്നും പോകേണ്ട ഒരാവശ്യമില്ല. കാല് പിടിക്കണമെന്നല്ല മീനു ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ 1 കോടി നമ്മൾ എവിടെ നിന്ന് ഒപ്പിക്കും എന്ന് ചോദിക്കാം. എന്തേലും വഴി ഉണ്ടാകും അമ്മേ, അമ്മ സമാധാനപ്പെടുക. എന്ത് വഴി എന്നപ്പം മിത്ര ചോദിക്കാം. 1 കോടി രൂപയുടെ ഈ ബാധ്യത അച്ഛൻ്റെ അമ്മയുടെ മാത്രം ബാധ്യതയല്ല, ഈ കുടുംബത്തിൻ്റെ ബാധ്യതയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ 1 കോടി രൂപയൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം എന്ന് പറയാൻ കേട്ടോ. സമയം പെട്ടെന്ന് ദേവമംഗലത്തേക്ക് ഒരു വണ്ടി വന്ന് നിൽക്കാൻ കേട്ടോ. മറ്റാരുമല്ല, നമ്മുടെ ജീവനാണ് ദേവമംഗലത്തേക്ക് വന്നത്. അപ്പം ജീവൻ അകത്തേക്ക് കയറി വരിക. ജീവനെ കാണുന്ന ഗോമതി, മിത്രയും അതുപോലെ നമ്മുടെ മീനാക്ഷിയും ഞെട്ടി നിൽക്കുകയാണ്. ഇതെന്താ ജീവൻ രാവിലെ തന്നെ ഇങ്ങോട്ടൊരു വരവ് എന്നുള്ള രീതിയിൽ. അപ്പം ഗോമതി പെട്ടെന്ന് ജീവൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പം നമ്മുടെ ജീവൻ അവിടെ സെറ്റിലിരിക്കുകയായിരുന്നു കേട്ടോ. എഴുന്നേറ്റ് നിൽക്കും. മോനെ, ഞാൻ എൻ്റെ മോള് ചെയ്ത തെറ്റിന് മോനോട് മാപ്പ് പറയുക എന്ന് കൈ കൂപ്പിക്കൊണ്ട് ഗോമതി പറയും. അമ്മ എന്നോട് മാപ്പ് പറയേണ്ട ഒരാവശ്യവും ഇല്ല എന്ന് നമ്മുടെ ജീവൻ പറയാണ്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ജീവിതമല്ലേ തിരഞ്ഞെടുക്കേണ്ടത്. ഇഷ്ടമില്ലാത്തൊരു ജീവിതം ജീവിച്ചു തീർക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ അനുവിൻ എന്നോട് നേരത്തെ ഒരു വാക്ക് പറയായിരുന്നു, അതോർത്തിട്ട് മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ എന്ന് പറയാം. ഇതേസമയം പെട്ടെന്ന് ആര്യനും അങ്ങോട്ട് വരികയാണ് കേട്ടോ. അല്ല, ഇവനെന്താ ഇവിടെ എന്നുള്ള രീതിയിൽ ആര്യനപ്പം അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണേ. അപ്പം ജീവൻ പറയും, എൻ്റെ അമ്മ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ആര്യനും ആകാശേട്ടനും പറയുമ്പോഴാണ് കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് എന്ന് ജീവൻ പറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആര്യനെ ശ്രദ്ധിക്കുവാണേ.
ഞാനും ആകാശേട്ടനും പോയിട്ട് ജീവനെ കണ്ടായിരുന്നല്ലോ, അക്കാര്യമാണ് പറയുന്നത്. ജലജാൻ്റെ ആവശ്യപ്പെട്ടത് വലിയൊരു തുകയാണ്. അത്രയും വലിയൊരു തുക ഞങ്ങൾക്കൊണ്ട് പെട്ടെന്ന് സംഘടിപ്പിക്കാൻ കഴിയില്ല. അങ്കിള് ഒരു ലോണിന് ശ്രമിക്കുന്നുണ്ട് എന്ന് മീനും ഇത്രയും കൂടി പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളും പല വഴിക്ക് ശ്രമിക്കുന്നുണ്ട് കാശൊപ്പിക്കാനായിട്ട് എന്ന് പറയാം. അല്ല, 1 കോടി രൂപ തരുന്നതുകൊണ്ട് മോനും കുടുംബത്തിനും ഉണ്ടായ മാനക്കേട് മാറിക്കിട്ടില്ലെന്ന് അറിയാം എന്ന് ഗോമതി അപ്പം പറയാൻ കേട്ടോ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങൾ ആ പണം എങ്ങനെയെങ്കിലും കണ്ടെത്തി തന്നോളാം. അക്കാര്യം സംസാരിക്കാൻ വേണ്ടിയാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് അപ്പം ജീവൻ പറയാൻ കേട്ടോ. ജീവൻ അത് പറയുന്നത് കേൾക്കുമ്പം എല്ലാവരും ഞെട്ടി നിൽക്കുക. ഞാൻ അമ്മയോട് സംസാരിച്ചു എന്ന് ജീവൻ പറയും. മാനനഷ്ട കേസൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അത് കേൾക്കുമ്പം എല്ലാവർക്കും വലിയൊരു ആശ്വാസം ഉണ്ടാവുകയാണ് കേട്ടോ. അപ്പം 1 കോടി രൂപ തരണ്ടേ എന്ന് ചോദിക്കുക. കേസേ വേണ്ടെന്ന് വെച്ചില്ലേ, പിന്നെന്തിനാ പണം എന്ന് ജീവനപ്പം ചോദിക്കുകയാണ്. എല്ലാവർക്കും ശ്വാസം നേരെ വീഴാണേ. അപ്പം അമ്മ ബേസിക്കലി ആളൊരു പാവമാണ്. ദേഷ്യത്തിൻ്റെ പുറത്ത് അങ്ങനെയൊക്കെ ചെയ്തതാ. പെട്ടെന്ന് ലൈഫ് തകിടം മറിയുന്ന കണ്ടപ്പം അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ സ്നേഹം, എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. ഇനി എന്തായാലും കേസും വഴക്കും ഒന്നുമില്ല. എല്ലാം അവസാനിപ്പിക്കാൻ അമ്മ സമ്മതിപ്പിച്ചു. അമ്മയെക്കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചു. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഇനി അമ്മ വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അക്കാര്യം നേരിട്ട് ഇവിടെ വന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കാം. എങ്കിൽ ശരി എന്നും പറഞ്ഞ് ജീവൻ അങ്ങ് അവിടുന്ന് പോവാണ് കേട്ടോ. എല്ലാവരും വളരെ സമാധാനത്തോടെ അവിടെ നിൽക്കുക. ആകാശം നെഞ്ചി കൈവച്ചിട്ട് പറയാം, ഹോ, വലിയൊരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഒരു ആശ്വാസമായി എന്ന് പറയാം. അത് കാണുന്ന ഗോമതി പറയും, ഹോ, അവന് മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് കേസും കൂട്ടും ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചത്. എത്ര നല്ല പയ്യനാ എന്ന് പറയാം. ഇത്രയും നല്ലൊരു പയ്യനെ വേണ്ടാന്ന് വെച്ചിട്ട് അവൾ അലോകിൻ്റെ കൂടെ പോയത് എന്ന് ഗോമതി പറയാം. ജീവനെ പോലൊരു പയ്യനെ ഭർത്താവായി കിട്ടാനേ യോഗം വേണം. അത് എൻ്റെ മോൾക്കില്ല. അവൾക്ക് അതിനുള്ള ഭാഗ്യമില്ല എന്ന് ഗോമതി പറയാണ്. എത്ര നല്ല പയ്യനാ അത് എന്ന് വീണ്ടും ഗോമതി പറയാൻ കേട്ടോ. അങ്ങനെ അവരുടെ കുടുംബത്തെ ബാധിച്ചിരുന്ന വലിയൊരു പ്രശ്നം അവിടെ ജീവനായിട്ട് തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ